വിലാപങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകളിത് കേൾക്കുന്നതായിട്ട് പലര് പറയാനായിട്ടിടയായി. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ തന്നെ പലരും ഇത് കേൾക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാൻ കാണുമ്പോഴൊക്കെ പറയാനിടയായി. അത് സന്തോഷകരമായൊരു കാര്യമാണ്. ഇവിടെ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ പഠനം പ്രയോജനകരമായി തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ വസ്തുതകൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ആത്മീകമായ സത്യങ്ങൾ, ആത്മീകമായ പ്രമാണങ്ങൾ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വിലയേറിയ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അത് ചിന്തിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടുകൂടെ നമ്മുടെ പഠനം തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യവും. കഴിഞ്ഞ 3 ആഴ്ചകളിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, ചരിത്രം, അത് എഴുതിയതിനെക്കുറിച്ചുള്ള മറ്റനേക കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനേക വിഷയങ്ങൾ, ഇതൊക്കെയാണ് നാം പൊതുവെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ നാം അധ്യായങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. എന്നാൽ ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അധിക കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമില്ല. കാരണം അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ദൈവം ശിക്ഷിക്കുന്നത്, ശിക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആരെയൊക്കെയാണത് ബാധിക്കുന്നത്, ഈ വിഷയങ്ങൾ വേറെ വേറെ ആയിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നാം വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി നാം ഇത് വായിച്ച് പോയാൽ മതി. ഓരോ വാക്യവും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാ വാക്യവും വായിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ആ കാര്യങ്ങൾ നേരത്തെ തന്നെ നാം ചിന്തിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ചില വേദവാക്യങ്ങൾ വിശദീകരിക്കാൻ അല്പം ആവശ്യമുള്ളതുണ്ട്. അത് പ്രത്യേകമായിട്ടെടുത്ത് വിശദീകരിക്കാം എന്ന് ഞാൻ വിചാരിക്കുക. 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, 1-ാം അധ്യായം അയ്യോ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ആ കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ കൊണ്ട് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുകയാണ്. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്ന എങ്ങനെ, ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ, സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരത്തിയായതെങ്ങനെ, ജനപൂർണമായ നഗരം ഏകാന്തമായി തീർന്നു. അതായത് ജനങ്ങൾ ഇല്ലാത്ത സ്ഥലമായി തീർന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന് യെരമ്യാവ് നേരത്തെ പറഞ്ഞിരുന്നു. യെരമ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നോക്കുക. യെരമ്യാ 26:9 യെരമ്യാവ് നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികൾ ഇല്ലാതെ ശൂന്യമാകും. ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും. ഇത് നേരത്തെ തന്നെ യെരമ്യാവ് മുന്നറിയിപ്പായി പറഞ്ഞിരുന്നതാ. എന്നാൽ നമുക്കറിയാം, യെരമ്യാവ് പറഞ്ഞൊന്നും അവിടെയുള്ളവർ കേട്ടില്ല, രാജാവും കേട്ടില്ല, ജനങ്ങളും കേട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് യെരമ്യാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഈ ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായി തീർന്നു, ജനങ്ങൾ ഇല്ലാതെ ആയി തീർന്നു. പിന്നെ ജാതികളിൽ മഹതിയായിരുന്നവൾ, യെരുശലേമിനെ ഉദ്ദേശിച്ച് പറയുകയാണ്, ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയിത്തീർന്നു. നായികയായിരുന്നവൾ, അതായത് യജമാനത്തിയായിരുന്നവൾ ഊഴിയവേലക്കാരത്തിയായി തീർന്നു, അടിമയായി തീർന്നു. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ ചിത്രം, വിലാപം പോലെയാണ് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിൻ്റെ 2-ാം വാക്യം പറയുന്നത്, രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു, അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല, അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു. ദൈവം ശിക്ഷിക്കുമ്പോൾ ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആശ്വസിപ്പിക്കാൻ ആരുമില്ല, മാത്രമല്ല സ്നേഹിതരൊക്കെ ശത്രുക്കളായി തീർന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3-ാം വാക്യത്തിൽ പ്രവാസത്തിലേക്ക് പോയ കാര്യം പറയുന്നു. കഷ്ടതയും കഠിനദാസ്യവും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു,
വിശ്രാമം കണ്ടെത്തുന്നതുമില്ല. അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു. അവരുടെ പാപനിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. 5-ാമത്തെ വാക്യത്തിലും ആ കാര്യം പറയുന്നുണ്ട്. 5-ന്റെ ഒടുവിൽ അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. 18-ാമത്തെ വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ വാചകം, എൻ്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. പ്രവാസത്തിലേക്ക് പോയതിനെക്കുറിച്ചുള്ള വിലാപമാണിത് എന്ന് നമുക്കറിയാം. ഈ വിലാപങ്ങളിൽ ആവർത്തിച്ച് പ്രവാസത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. 4-ാമത്തെ വാക്യം വീണ്ടും ഏകാന്തതയെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. ഉത്സവത്തിന് ആരും വരായികൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു. യെരുശലേമിൽ ഉത്സവകാലത്ത് വളരെ ജനത്തിരക്കായിരുന്നു. എല്ലായിടത്തു നിന്നും, ഇസ്രയേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഒരുമിച്ച് കൂടി പാട്ടുകൾ പാടി സന്തോഷത്തോടുകൂടെ വന്നിരുന്ന ഒരു സ്ഥലമാണ് യെരുശലേം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഉത്സവകാലത്ത് ഉത്സവത്തിന് ആരും വരാനില്ല. അതുകൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ വിജനമായിരിക്കുകയാണ്. ആ വഴികൾ ദുഃഖിക്കുന്നതായിട്ട് പറയുകയാണ്. അവളുടെ വാതിലുകളൊക്കെ ശൂന്യമായി, പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു. അവളുടെ കന്യകമാർ ഖേദിക്കുന്നു. അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവിടെ ഈ പ്രവാസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ പുരോഹിതന്മാരും കന്യകമാരും സകലരും ദുഃഖിക്കുകയാണ്. വാതിലുകളും ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള വഴികളുമൊക്കെ ദുഃഖിക്കുന്നതായിട്ട് ഇവിടെ യിരെമ്യാവ് പറയുകയാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദമായിട്ട് ചിന്തിച്ചതാണ്. അവളുടെ അതിക്രമ ബാഹുല്യം, അതാണ് ഇതിന് കാരണം. സങ്കടത്തിന് കാരണം അതിക്രമ ബാഹുല്യമാണ്, റെബല്യനാണ്. എതിർച്ചയാ അപകടം സംഭവിച്ചതല്ല, യഹോവ വരുത്തിവെച്ച അപകടമാണ്. എതിർച്ചയർ അപകടം പറ്റി അവരിങ്ങനെ ബുദ്ധിമുട്ടിലായതല്ല, യഹോവ അവർക്ക് അപകടം വരുത്തിയതാണ്. അതിൻ്റെ കാരണം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിക്രമ ബാഹുല്യം നിമിത്തം അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു. അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു. അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. നാം കഴിഞ്ഞ ഒരാഴ്ച ചിന്തിച്ചതാണ്. ആരെയൊക്കെയാണ് ഈ പ്രവാസം ബാധിച്ചത്? പുരോഹിതന്മാർ, കന്യകുമാർ, വൃദ്ധന്മാർ, പ്രഭുക്കന്മാർ, കുഞ്ഞുങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അടുത്ത വാക്യത്തിൽ സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ട് പോയി, മഹത്വം വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാനുകളെ പോലെ ആയി. മാത്രമല്ല, പിന്തുടരുന്നതിന് മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു. കഷ്ടാരിഷ്ടതകളുടെ കാലത്ത് യെരുശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും അവർ ഓർക്കുന്നു. സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു. അത് നാം ചിന്തിച്ചൊരു കാര്യം തന്നെയാണ്. ദൈവം ശിക്ഷിക്കുമ്പോൾ സഹായിപ്പാനോ ആശ്വസിപ്പാനോ ആരും ഉണ്ടാകുകയില്ല. ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് ദൈവത്തിൻ്റെ ശിക്ഷ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. മാത്രമല്ല, വൈരികൾ ചിരിക്കാനിടയായി. ആ കാര്യവും നാം നേരത്തെ ചിന്തിച്ചതാണ്. ശത്രുക്കൾ ഈ അപകടത്തെക്കുറിച്ച്, അവർക്ക് സംഭവിച്ച ഭയാനകമായ നാശത്തെക്കുറിച്ച് ചിരിക്കാനായിട്ട് ഇടയായി തീർന്നു. 8-ാം വാക്യം വീണ്ടും പറയാണ്, യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് മലിനയായിരിക്കുന്നു. കഠിന പാപമാണ് ദോഷത്തിന് ഹേതുവായി തീർന്നത്. അതിൻ്റെ അടുത്ത വാചകം പറയുന്ന, അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. പാപം ബഹുമാനത്തെ നിന്ദയാക്കി മാറ്റും. നേരത്തെ ബഹുമാനം അർഹിച്ചിരുന്നവർ പാപത്തിൽ വീണ് കഴിയുമ്പോൾ അവര് നിന്ദിതരായിത്തീരും. നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. ഇന്നും അത് ശരിയാണ്. വളരെ ബഹുമാനിക്കപ്പെട്ട ചിലര് പാപത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആളുകൾ അവരെ നിന്ദിക്കുകയാണ്. യെരുശലേമിനും അത് തന്നെയാണ് സംഭവിച്ചത്. ബഹുമാനം, പാപം ബഹുമാനത്തെ നിന്ദയാക്കി മാറ്റുന്നു. 9-ാം വാക്യം, അവളുടെ മലിനത ഉടുപ്പിന്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ അതിശയമാവണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. യഹോവേ, ശത്രു വമ്പ് പറയുന്നു, എൻ്റെ സങ്കടം നോക്കണമേ. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞ 2 കാര്യം വീണ്ടും പറയുക.
ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. പിന്നെ ശത്രു വമ്പ് പറയുന്നു. അവിടെ ഒരു കാര്യമൊന്ന് എടുത്തു പറയട്ടെ. അവൾ ഭാവി കാലം ഓർത്തില്ല. ഭാവി കാലം ഓർക്കാതെ കാര്യങ്ങൾ ചെയ്തു. Her lack of forethought led her to calamity. മുൻവിചാരമില്ലാതെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് ദോഷത്തിന് ഹേതുവായി തീർന്നു. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പാപം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. തൽക്കാലം അതുകൊണ്ടുള്ള ലാഭം, സുഖം, അത് മാത്രമേ മനുഷ്യൻ ചിന്തിക്കാറുള്ളൂ. വേദപുസ്തകത്തിൽ വേറൊരിടത്തൊരു ചോദ്യമുണ്ട്. എന്നാൽ ഒടുക്കം എന്ത് ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. ഒടുക്കം എന്ത് ചെയ്യും? ഇപ്പൊ പാപം ചെയ്യാം, എന്നാൽ പിന്നെ നീ എന്ത് ചെയ്യും? ഒടുക്കം എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് പഠിക്കേണ്ട വിദ്യാർത്ഥി വർഷം മുഴുവൻ കളിച്ചും ചിരിച്ചും ക്ലാസ്സിൽ കയറാതെ നടക്കുക. എന്നാൽ ഒടുക്കം എന്ത് ചെയ്യും? അത് കഴിയുമ്പോൾ ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കാശ് കടം മേടിക്കുന്ന ആള് കടം മേടിച്ച് സുഭിക്ഷമായിട്ട് തിന്നുകുടിച്ച് സന്തോഷിച്ച് നടക്കുകയാണ്. പക്ഷേ ഈ കാശ് തിരിച്ചു കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഈ കടം മേടിക്കുന്നത്. എന്നാൽ ഒടുക്കം എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഭാവി കാലം ഓർക്കാതെ, അല്ലെങ്കിൽ ഈ എൻ്റെ പ്രവൃത്തി, എൻ്റെ ഈ തീരുമാനം എന്നെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് ഓർക്കാതെ നാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ പ്രവൃത്തിക്കുള്ള അനന്തരഫലം എന്താണ്? ദൈവത്തിൻ്റെ വഴി ഞാൻ വിട്ടുപോയാൽ ഏതെല്ലാം ദോഷത്തിൽ എനിക്ക് അകപ്പെട്ടു പോകാൻ കഴിയുമെന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. യെരുശലേമിന്, ഇസ്രായേലിന്, യഹൂദയ്ക്ക് ഇത് സംഭവിക്കാൻ കാര്യം അവൾ ഭാവികാലം ഓർത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഭാവിയെക്കുറിച്ച് ഓർക്കാതിരുന്നാൽ, ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലം എന്താണ് എന്ന് ഓർക്കാതിരുന്നാൽ അത് വലിയ ദോഷത്തിന് കാരണമായി തീരും. 10-ാമത്തെ വാക്യത്തിൽ അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിച്ച കാര്യം തന്നെയാണ് ഇതെല്ലാം. ദേവാലയത്തിലെ പാത്രങ്ങൾ അപഹരിക്കപ്പെട്ട കാര്യമാണ്. അതാണ് മനോഹര വസ്തുക്കൾ എന്ന് പറയുന്നത്, വെസൽസ് ഓഫ് ദ സാങ്ച്വറി. മാത്രമല്ല, ജാതികൾ വിശുദ്ധ സ്ഥലത്ത് കടന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. ജാതികൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലം ദേവാലയത്തിലുണ്ട്. എന്നാൽ അവിടെ ശത്രു യാതൊരു ബഹുമാനവുമില്ലാതെ അവിടെ കടന്ന് ആ സ്ഥലം അശുദ്ധമാക്കി. ദ ടെമ്പിൾ വാസ് ഡെസിക്രേറ്റഡ്. ദേവാലയം അശുദ്ധമാക്കി. ജാതികൾ കടന്നുകൂടാത്ത സ്ഥലത്ത് ജാതികൾ കടന്നു വന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. 11-ാം വാക്യം, അവളുടെ സർവ്വജനവും നെടുവീർപ്പെട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. യഹോവയെ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. അവർക്ക് സംഭവിച്ച വളരെ വലിയ ഒരു വിപത്താണ് കഠിനമായ ക്ഷാമം. നാം നേരത്തെ ചിന്തിച്ചതുപോലെ 2.5 വർഷത്തോളം 30 മാസത്തോളമാണ് നെബൂഖദ്നേസർ ബാബേല് ഈ യെരുശലേമിനെ നിരോധിച്ചത്. അവർക്ക് ചുറ്റും വളഞ്ഞ് ആരും പോകാനോ വരാനോ ഇടയാകാതെ നിരോധിച്ചത് ഏകദേശം 2.5 വർഷമാണ്. ആ സമയത്ത് ആണ് ഈ കഠിനമായ ക്ഷാമം ഉണ്ടായത്. ആർക്കും ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. വിശപ്പടക്കുവാൻ അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറായി. ഈ വലിയ വിപത്തിനെ കുറിച്ച് അവിടെ 12-13-12-ാം വാക്യത്തിൽ പറയുകയാണ്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തൻ്റെ ഉഗ്ര കോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവന് വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവീൻ. യഹോവ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ? കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തൻ്റെ ഉഗ്ര കോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന, വ്യസനിപ്പിച്ചിരിക്കുന്ന വ്യസനം പോലെ മറ്റൊരു വ്യസനമുണ്ടോ? ഇസ്രായേലിൻ്റെ, യഹൂദയുടെ, യെരുശലേമിൻ്റെ വ്യസനം അത്രയ്ക്ക് കഠിനമായിരുന്നു. സാധാരണ ഈ വാക്യം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധത്തിലും ആളുകൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഈ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ കാര്യമല്ല, യെരുശലേമിനുണ്ടായ നാശത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മേലും പാപത്തിൻ്റെ മേലുള്ള ഭയങ്കരമായ ശിക്ഷ, യെരുശലേമിൻ്റെ മേൽ വീണതിനേക്കാൾ കഠിനമായ ശിക്ഷ
നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വരികയും ദൈവത്തിന്റെ ഉഗ്ര കോപത്തിൽ തൻ്റെ പുത്രനെ അവൻ ദുഃഖിപ്പിക്കുകയും ചെയ്തു. അതുപോലൊരു വ്യസനം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലൊരു ദുഃഖം ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. അത് കർത്താവിനെ സംബന്ധിച്ചും ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കർത്താവിനെ സംബന്ധിച്ചല്ല, യെരുശലേമിനെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ കാര്യം ദൈവത്തിൻ്റെ കോപത്തിൽ അതിഭയങ്കരമായ വ്യസനത്തിലേക്ക് കടന്നുപോയ നമ്മുടെ കർത്താവിനെ ഈ പ്രയോഗങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ 12-13 വാക്യങ്ങളിലൊക്കെ യെരുശലേമിനെ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ജെറുസലേം ഈസ് പെർസോണിഫൈഡ്. യെരുശലേം ഒരു ആളാണ് എന്നുള്ളത് പോലെ ഇവിടെ ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം വരുത്തിയ കഷ്ടത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ അവൻ, അതിൻ്റെ 12-ാം വാക്യത്തിൽ നോക്കി, അവൻ വരുത്തിയ വ്യസനം പോലെ. 13-ാം വാക്യം, അവൻ എൻ്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു. 13-ാം വാക്യത്തിൽ വീണ്ടും അവൻ വല വിരിച്ചു. 14-ാമത്തെ വാക്യം, അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് നിരസിച്ചു. 15-ാം വാക്യം വീണ്ടും, കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അനേക വട്ടം ദൈവമാണ് ഈ കഷ്ടം വരുത്തിയതെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവമാണ് ഈ കഷ്ടം വരുത്തിയത്. എതിർച്ചയാ സംഭവിച്ച ഒരു കാര്യമല്ല. അവരുടെ പാപം നിമിത്തം ദൈവം കഷ്ടം വരുത്തിയതാ, അവനാണിത് ചെയ്തത് എന്ന് ആവർത്തിച്ച് പറയുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ വളരെ വേദന അനുഭവിച്ച, വളരെ കഷ്ടം അനുഭവിച്ച ഒരാളുണ്ട്. അത് ഇയ്യോബാണ്. വിവരിക്കാൻ കഴിയാതെ വണ്ണമുള്ള അതിഭയാനകമായ കഷ്ടവും സങ്കടവും വ്യസനവും അനുഭവിച്ച ഒരാളാണ് ഇയ്യോബ്. എന്നാൽ ഇയ്യോബ് അനുഭവിച്ച കഷ്ടവും ഈ കഷ്ടവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇയ്യോബ് അനുവദിച്ച കഷ്ടമെന്ന് പറയുന്നത് ദൈവം തൻ്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി ഇയ്യോബിന് അനുവദിച്ച കഷ്ടങ്ങളാണ്. ഇയ്യോബിൻ്റെ മഹാപാപം കൊണ്ടോ ദൈവം വഴി വിട്ടുപോയത് കൊണ്ടോ സംഭവിച്ചല്ല. ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് അവൻ മഹാഭക്തനായിരുന്നു എന്നാണ്, നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്നാണ് പറയുന്നത്. ഇയ്യോബിനും കഠിനമായ കഷ്ടം, മനുഷ്യർക്ക് വേറെ അധികം പേർക്ക് വന്നിട്ടില്ലാത്തതുപോലെയുള്ള വേദന ഇയ്യോബിന് വന്നു. എന്നാൽ ഇയ്യോബിന്റെ കഷ്ടം ദൈവം പ്രത്യേകമായി ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി അനുവദിച്ച കഷ്ടമാണ്. ഇയ്യോബ് വരുത്തിവെച്ച കഷ്ടമല്ല. എന്നാൽ യെരുശലേമിന്റെ കഷ്ടം അവരുടെ അതിക്രമം നിമിത്തം, അതിക്രമ ബാഹുല്യം നിമിത്തം അവര് തന്നെ വരുത്തി വെച്ചതാണ്. 2 തരത്തിലുള്ള കഷ്ടങ്ങൾ ലോകത്തിലുണ്ട്, നമുക്കുമുണ്ട്. ദൈവമക്കളായ നമുക്കും ഈ 2 കഷ്ടവും വരാം. ദൈവം വളരെ ഭക്തന്മാരും നല്ലവരും ഒക്കെ ആയ ചില ആളുകളെ വലിയ കഷ്ടത്തിൽ കൂടെ കടത്തിവിടുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എത്രയോ പേരുടെ കാര്യം നമുക്കറിയാം. വളരെ നല്ല ആളുകൾ, വളരെ ഭക്തന്മാര്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവര്, രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ, നമ്മൾ തന്നെ ചിന്തിച്ചു, അയ്യോ എന്താ ദൈവം ഇദ്ദേഹത്തിന് ഇങ്ങനെ അനുവദിച്ചത് എന്നൊക്കെ നമ്മൾ തന്നെ പലപ്പോഴും മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളിൽ ആശ്വാസമുണ്ട്. എന്താണ് ആശ്വാസം? ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കാനായിട്ട് ആ വൈഷമ്യങ്ങൾ അനുവദിച്ചുവെന്നേ ഉള്ളൂ. ദൈവം ശരിയായൊരു പരിസമാപ്തി അതിന് വരുത്തും. ആ ഒരു ആശ്വാസം, ആ കഷ്ടം സഹിക്കാനുള്ള കഴിവും കൃപയും തൻ്റെ മഹത്വത്തിന് വേണ്ടി ആ കഷ്ടത്തെ ആക്കി തീർക്കുവാനും ദൈവത്തിന് കഴിയും. എന്നാൽ വേറൊരു കഷ്ടമുണ്ട്, ഇവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടം. അതേത് കഷ്ടമാണ്? അത് അവർ തന്നെ വരുത്തി വെച്ച കഷ്ടമാണ്. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കഷ്ടം നമ്മൾ വരുത്തി വെക്കരുത്. അനേക വിശ്വാസികളും ഇത് കഷ്ടത്തിലാണ്, കുടുംബങ്ങൾ കഷ്ടത്തിലാണ്, ആളുകൾ കഷ്ടത്തിലാണ്. വലിയ മനപ്രയാസം, വലിയ ദുഃഖം, വലിയ വിഷമം, ആർക്കും സഹായിക്കാൻ പറ്റാത്ത പോലെ തോന്നുന്ന വിഷമങ്ങൾ. അതാര് വരുത്തി വെച്ചാ? അവർ തന്നെ വരുത്തി വെച്ചതാണ്. കർത്താവ് അനുവദിച്ച കഷ്ടങ്ങൾ പലർക്കും ഉണ്ട്. രോഗമുണ്ട്, ചില ഭവനങ്ങളിൽ പെട്ടെന്ന് മരണമുണ്ട്. അത് കർത്താവ് അനുവദിച്ചതാണ്. അതിൽ കർത്താവിന് ഉദ്ദേശമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ആശ്വാസവും സമാധാനവും ഒക്കെ കർത്താവ് നൽകും. തൻ്റെ ഉദ്ദേശങ്ങൾ അതിൽ നിവർത്തിക്കും. അത് നമുക്ക് ആർക്കും വരാം. എന്നാൽ നമ്മളായിട്ട്
ആവശ്യമില്ലാതെ കഷ്ടം വരുത്തി വെക്കരുത്. ഞാനിത് അനേക പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയ വിശ്വാസികളെ, നമ്മളായിട്ട് കഷ്ടം തലേ കയറ്റി വെക്കരുത്. എപ്പോഴാണ് നമ്മളെ കഷ്ടം വരുത്തി വെക്കുന്നത്? ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവം തന്ന വെളിച്ചത്തെ നാം അവഗണിക്കുമ്പോൾ, ദൈവം നമുക്ക് തരുന്ന നല്ല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താതെ ശരിയല്ലാത്ത മാർഗങ്ങളിൽ നാം പോകുമ്പോൾ നാം നമുക്ക് തന്നെ കഷ്ടം വരുത്തി വെക്കുക. അതിന് ദൈവം ഉത്തരവാദിയല്ല, അതിന് നാം ആണ് ഉത്തരവാദി. ഈ രണ്ടാമത്തെ തരത്തിലുള്ള കഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആദ്യത്തെ കഷ്ടം ആർക്കും വരാം, അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, നടത്തും, വഴി നടത്തും. എന്നാൽ ഈ രണ്ടാമത്തെ കഷ്ടം, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടം, അത് അവര് തന്നെ വരുത്തിവെച്ച കഷ്ടമാണ്. അവര് തന്നെ വരുത്തിവെച്ച കഷ്ടമാണ്. അപ്പോൾ നാം പറഞ്ഞത് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ചെയ്തു എന്ന് അനേക വട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുകയാണ്, എൻ്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പണച്ചിരിക്കുന്നു. The yoke of my transgression woven together by his hands. എൻ്റെ പാപത്തിൻ്റെ ആ നുകം ദൈവം തൻ്റെ കൈയാൽ പിണച്ചു. അവൻ്റെ കൈയാൽ അവനത് എനിക്ക് വരുവാൻ സംഗതിയാക്കി. മാത്രമല്ല, എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യം പിന്നെയും പറയുക, എതിർത്ത് നിൽക്കാൻ കഴിയാത്തവരുടെ കയ്യിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചു. അതിൻ്റെ 15-ാമത്തെ വാക്യം, എൻ്റെ നടുവിലെ സകല ബലവാന്മാരെ കർത്താവ് നിരസിച്ചു കളഞ്ഞു. എൻ്റെ യൗവനക്കാരെ തകർത്ത് കളയേണ്ടതിന് അവൻ എൻ്റെ നേരെ ഒരു ഉത്സവ യോഗം വിളിച്ചുകൂട്ടി. യഹൂദാപുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. എത്ര ഭയങ്കരമായൊരു പ്രയോഗമാണെന്ന് നോക്കിക്കേ. ദൈവം യഹൂദയെ ചക്കിലിട്ട് ചവിട്ടി. ഇതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്താ? അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വിശദീകരിക്കട്ടെ. എൻ്റെ യൗവനക്കാരെ അവൻ എൻ്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി. അവിടെ ഉത്സവയോഗം എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് ആർമി. ഹീ സമൺഡ് ആൻ ആർമി. NIV-യിൽ, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഹീ കോൾഡ് ആൻ ആർമി, ഹീ സമൺഡ് ആൻ ആർമി. അപ്പോൾ ഉത്സവയോഗം വിളിച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കൂട്ടത്തെ വിളിച്ചുകൂട്ടി, ഒരു യോഗം വിളിച്ചുകൂട്ടി. ഏത് യോഗമാ? ഏത് കൂട്ടത്തെയാ? പട്ടാളക്കാര് അല്ലെങ്കിൽ സൈന്യത്തെ ഇവർക്കെതിരെ വിളിച്ചുകൂട്ടിയ കാര്യമാണ് ഉത്സവയോഗം വിളിച്ചുകൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ the Lord trampled underfoot all my mighty men and he called an army to persecute me, trouble me. ദൈവം ചെയ്ത രണ്ട് കാര്യങ്ങൾ, അവരെ തകർത്ത് കളയേണ്ടതിന് ചക്കിലിട്ട് ചവിട്ടി, മാത്രമല്ല ഒരു ഉത്സവയോഗം, ഒരു കൂട്ടം, അവരെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം വിളിച്ച് വരുത്തി. ഇത് നിമിത്തം ഞാൻ കരയുന്നു, എൻ്റെ കണ്ണുനീരൊഴുക്കുന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ശത്രു പ്രബലനായിരിക്കാൽ എൻ്റെ മക്കൾ നശിച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം, സിയോൻ കൈമലർത്തുന്നു, അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. ഒരേ പ്രയോഗം വീണ്ടും വരിക, ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. യഹോവ യാക്കോബിന് അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു, യെരൂശലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. ഈ അവരുടെ കഷ്ടതയെക്കുറിച്ചുള്ള ഈ വിവരണം പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പ്രവാചകൻ എടുത്തു പറയുക. ദൈവമാണ് ഈ കഷ്ടമെല്ലാം വരുത്തിയത്, ഭയങ്കരമായ കഷ്ടമാണ്, ചക്കിലിട്ട് ചവിട്ടിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് നേരെ വലിയ സൈന്യത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള കഷ്ടത്തിന്റെ വിവരണമാണ്. എന്നാൽ അതിനിടയ്ക്ക് പ്രവാചകൻ ഒരു വലിയ സത്യം വിളിച്ചു പറയുകയാണ്. എന്താ അത്? 18-ാമത്തെ വാക്യം, യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. ഈ കഷ്ടമെല്ലാം വരാൻ കാരണം ഞങ്ങൾ അവന്റെ കൽപ്പനയോട് മത്സരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ പക്കൽ യാതൊരു നീതികേടുമില്ല. ഈ കഷ്ടങ്ങൾ വിവരണം വായിച്ചാൽ അയ്യോ എന്തോ ഒരു ഭയങ്കരമായ ശിക്ഷയാണ് ദൈവം കൊടുത്തത്, എത്ര കഷ്ടമായി പോയി എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ പ്രവാചകൻ പറയാണ്, ഇത്ര വലിയ കഷ്ടവും പ്രയാസവും ഒക്കെ ദൈവം വരുത്തി എന്നുള്ളത് ശരിയാ, പക്ഷെ അതിൽ ദൈവത്തെ കുറ്റപ്പെടുത്താനില്ല.
യഹോവ നീതിമാൻ, ഹീസ് റൈച്ചസ്. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തിയിലും ദയാലുമാകുന്നു. ഗോഡ് ഈസ് റൈച്ചസ് ഇൻ ഓൾ ഹിസ് വേസ്. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, there will be no complaint in hell. നരകത്തിൽ ആരും പരാതി പറയല്ല. ഭയങ്കരമായ ശിക്ഷയാണ് നരകത്തിൽ. പക്ഷെ എന്നാലും എന്നെ എന്തിനാ ഇവിടെ ഇട്ടത്, ഞാൻ ഇവിടെ വരേണ്ട ആളല്ലായിരുന്നു എന്ന് ഒരു മനുഷ്യനും നരകത്തിൽ പറയല്ല. എന്താ പറയാത്തെ? അവർക്ക് തന്നെ അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു, എന്നിട്ട് അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ എഴുതി വെച്ചല്ല, കള്ളക്കേസല്ല, ഉള്ള കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് എടുത്ത് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ, അയ്യോ ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ ഇത് കുറ്റക്കാരനല്ല എന്ന് ഒരു മനുഷ്യൻ പോലും പറയില്ല. റോമാലേഖനത്തിൽ പറയുന്ന പോലെ ഏത് നാവും അടയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശിക്ഷയെങ്കിൽ അത് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ശിക്ഷയാകട്ടെ, അവിശ്വാസികൾക്ക് അന്തിമമായി നൽകുന്ന ശിക്ഷയാകട്ടെ, ഒരു കാര്യം അവിടെ തെളിയും: ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നീതിമാനാണ്. ഒരു നീതികേടും ഒരന്യായവും ദൈവം ചെയ്യുകയില്ല. നരകത്തിൽ ആരും പരാതി പറയല്ല. അയ്യോ ഞാൻ സ്വർഗത്തിൽ പോകേണ്ട ആളായിരുന്നു, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിറ്റേ, ഞാൻ ഇതൊന്നും ചെയ്ത ആളല്ല, ഞാൻ നീതിമാനാണ്. ഒരു മനുഷ്യനും നരകത്തിൽ പറയാനല്ല. നരകത്തിൽ കിടക്കുന്ന എല്ലാവരും പറയുന്നത് എന്താ? നീ ചെയ്തത്, യു ഡിഡ് ദ റൈറ്റ് തിങ്, നീ ഏറ്റവും ന്യായമായിട്ടും നീതിയായിട്ടുള്ളതുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ കഷ്ടതയുടെ വിവരണത്തിന്റെ നടുവിലും പ്രവാചകൻ പറയുകയാണ്, ദൈവമേ നീ നീതിമാനാ, ഞങ്ങളുടെ അകൃത്യങ്ങൾ കൊണ്ട് ഞങ്ങളെ വരുത്തി വെച്ചതാണ് ഈ കഷ്ടങ്ങൾ മുഴുവനും. ഞങ്ങളുടെ കന്യകമാര്, യൗവനക്കാര് അവരൊക്കെ പ്രവാസത്തിലേക്ക് പോയി. പിന്നെ ഞാൻ ആശ്രയിച്ച ആളുകൾ അവര് എന്നെ ചതിച്ചു. ഞാൻ ആശ്രയിച്ച ആളുകളൊക്കെ എന്നെ ചതിച്ചു. പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടതിന് ആഹാരം നിറഞ്ഞ് നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു. നോക്കുക, പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പ് കൊണ്ട് മരിക്കുകയാണ്. താഴെ, യഹോവേ നോക്കേണമേ, ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട്. വീണ്ടും ജനത്തിൻ്റെ കുറ്റം പ്രവാചകൻ അവരോട് ചേർന്ന് പറയുകയാണ്, ഞങ്ങൾ കഠിനമായി മത്സരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുഃഖം വന്നിരിക്കുന്നത്. ഞാൻ നെടുവീർപ്പെടുന്നത് അവർ കേട്ടു, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ ശത്രുക്കളൊക്കെയും എൻ്റെ അനർത്ഥം കേട്ടു, നീ അത് വരുത്തിയത് കൊണ്ട് സന്തോഷിക്കുന്നു. എൻ്റെ ശത്രുക്കളൊക്കെ സന്തോഷിക്കുക. അതിൻ്റെ ഒടുവിലത്തെ വാചകം നോക്കുക, നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും, അന്ന് അവരും എന്നെ പോലെ ആകും. അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ. എൻ്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. എൻ്റെ നെടുവീർപ്പ് വളരെയല്ലോ, എൻ്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു. ഇവിടെ യഹൂദയെ, ദൈവജനത്തെ പീഡിപ്പിച്ച, അവരുടെ കഷ്ടത്തിൽ സന്തോഷിച്ച ശത്രുക്കളെ കുറിച്ച് പറയുക. ദൈവമേ അവർക്കും ഇതുപോലെ വരുത്തണമേ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കഷ്ടത്തിൽ അവര് സന്തോഷിക്കുകയും അവര് അതിൽ ആനന്ദിക്കുകയും ഞങ്ങളെ പരിഹസിക്കുകയും ചെയ്തവരാണ്. നീ അത് വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ശത്രുക്കൾ സന്തോഷിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം നീ കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്, അന്ന് അവർക്കും ഇതുപോലെ തന്നെ വരും. അത് വളരെ വലിയൊരു സത്യമാണ്. ബാബേലാണ് ഇപ്പോൾ യഹൂദയെ ആക്രമിക്കുന്നത്. എന്നാൽ ബാബേലിന്റെ പാപം നിമിത്തം ഒരു ദിവസം ദൈവം ബാബേലിനെയും ശിക്ഷിക്കും. യെരുശലേമിനെ ശിക്ഷിക്കുക മാത്രമല്ല, അവരുടെ പാപം നിമിത്തം ഒരു ദിവസം ദൈവം ഈ ശത്രുക്കളെയും ശിക്ഷിക്കും. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 12 മുതൽ. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും
കൽദയരുടെ ദേശത്തെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും സന്ദർശിച്ച്, കൽദയരുടെ ദേശം എന്ന് പറയുന്നത് ബാബേൽ ഉദ്ദേശിച്ച, സന്ദർശിച്ച് അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. പിന്നെ അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും യിരെമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും. അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെ കൊണ്ട് സേവ ചെയ്യിക്കും. ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്കും പകരം ചെയ്യും. ഇവിടെ ദൈവം പറയാണ്, ഈ ഇസ്രായേലിനെ ആക്രമിച്ച, ദണ്ഡിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിലാക്കിയ ഈ ശത്രുക്കളുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് ഒത്തിരി പാപമുണ്ട്. അവരെയും അവരുടെ അതിക്രമ നിമിത്തം ഞാൻ ഒരു ദിവസം സന്ദർശിക്കാനായിട്ട് പോകുകയാണ്. അവരും ആ ദിവസത്തിൽ എന്നെ പോലെ ആകും. ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് BC 539 പേർഷ്യ ബാബിലോണിനെ കീഴടക്കി. ബാബിലോണിന്റെ മേൽ വന്ന ശിക്ഷ ഏതാണ്? പേർഷ്യ 539 BC ബാബിലോണിനെ കീഴടക്കി. അവർക്ക് യഹൂദയ്ക്ക് അവർ കൊടുത്ത അതേ ബുദ്ധിമുട്ട്, അതേ കഷ്ടം ശത്രുക്കളായ അവരെ ബുദ്ധിമുട്ടിച്ചവർക്ക് ദൈവം കൊടുത്തു. അങ്ങനെ ദൈവം ആ നിലയിലും തൻ്റെ നീതി നിവർത്തിച്ചു. ഈ 1-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, തങ്ങളുടെ അകൃത്യം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ദൈവം നീതിമാനാണ് എന്നുള്ള കാര്യമാണ്. അത് ഒന്നല്ല, അനേക വട്ടം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ദൈവം നീതിമാൻ, ഞങ്ങളുടെ കുറ്റം കൊണ്ട് ഇത് സംഭവിച്ചതാണ്, ദൈവം നീതിമാനാണ്. ആ സത്യം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കട്ടെ. 2-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, 2-ാമത്തെ പാട്ടിലേക്ക് നാം വരുമ്പോൾ, അവിടെയും 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷയിൽ ദൈവത്തിനുള്ള പങ്കിനെ കുറിച്ച് പിന്നെയും പറയുക. അവിടെ ഹി ഹാസ് എന്ന് ഇംഗ്ലീഷിൽ അവൻ ചെയ്തു. 2 ആരംഭിക്കുന്നു നോക്കുക. യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചു. അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്തിൽ നിന്ന് ഭൂമിയിലിട്ട് കളഞ്ഞു. അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. 2-ാം വാക്യം, അവൻ യഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. 3-ാം വാക്യം, അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും ഒടിച്ചു. അവൻ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു. 4-ാം വാക്യം, അവൻ വില്ലുകുലച്ചു. അതിന് താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അവൻ ചെയ്തതാണ് ഇത് മുഴുവൻ. അതിൻ്റെ 6-ാം വാക്യത്തിലുണ്ട്, അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ആവർത്തിച്ചു പറയുകയാണ്, ഹി ഹാസ് ഡൺ ഇറ്റ്, ഹി ഹാസ്. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ ഹി ഹാസ്, അവൻ ചെയ്തു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1-ാം വാക്യം നോക്കുക. അവിടെ പറയാണ്, ഇസ്രായേലിന്റെ മഹത്വം ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു. സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചു. കോപത്തിന്റെ മേഘം കൊണ്ട് സിയോൻ പുത്രിയെ മറച്ചു. അവരുടെ അനുഭവം, ഇസ്രായേലിന്റെ അനുഭവം നോക്കിയാൽ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവരുടെ നേരത്തെ ഉള്ള ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവർക്ക് നേരത്തെ ഉണ്ടായ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. തേജസ്സിന്റെ മേഘം നേരത്തെ കണ്ടവരാണ് ദൈവജനം. എന്നാൽ ഇപ്പോൾ അവര് കോപത്തിന്റെ മേഘത്താൽ മൂടപ്പെടുകയാണ്. ദൈവതേജസ്സിന്റെ മേഘം മൂടിയത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ പറയാണ്, ദൈവത്തിന്റെ കോപത്തിന്റെ മേഘം. താഴെ പറയുന്നു, യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിന്റെ മേഘം കൊണ്ട് മറച്ചു. എങ്ങനെ?
അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്തു നിന്ന് ഭൂമിയിലിട്ട് കളഞ്ഞു. തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. പാദപീഠം എന്ന് പറയുന്നത് ദേവാലയത്തെ ഉദ്ദേശിച്ച 1 ദിനവൃത്താന്തം 28:2 സങ്കീർത്തനം 132:7 ചേർത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 28:2 സങ്കീർത്തനം 132:7. അതിപ്പോൾ നാം വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അവിടെ പാദപീഠം എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ കാര്യമാണ്. ദൈവം തൻ്റെ പാദപീഠത്തെ, ദേവാലയത്തെ ഓർത്തില്ല. താഴോട്ട് നാം വായിക്കുമ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ, കോട്ടകളെ ഇടിച്ചു. 2-ാമത്തെ വാക്യം, കോട്ടകളെ ഇടിച്ചു, രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കി. 3-ാമത്തെ വാക്യം, ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു. അവൻ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് തന്റെ വലങ്കയ്യെ പിൻവലിച്ചു കളഞ്ഞു. ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിൽ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കാനായിട്ട് ആവശ്യമില്ല. ദൈവക്രോധം എങ്ങനെയൊക്കെയാണ് വെളിപ്പെട്ടത് എന്ന് പ്രത്യേകം പറയുകയാണ്. 4-ാം വാക്യം നോക്കുക, വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി. വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എ ഗോഡ് ഹു വർക്ക്സ് ഫോർ ഹിസ് പീപ്പിൾ. എന്നാൽ ഇവിടെ ഗോഡ് ഈസ് വർക്കിംഗ് എഗൻസ്റ്റ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് എതിരായിട്ട് താൻ പ്രവർത്തിക്കുക. ദൈവം തന്നെ ശത്രുവായിട്ട് തീരുകയാണ്. 6-ാമത്തെ വാക്യം, അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. ദൈവം തൻ്റെ തിരുനിവാസത്തെ താൻ തന്നെ നീക്കിക്കളയുക. അവന്റെ തിരുനിവാസം അവൻ തന്നെ തകർത്തു. ഗോഡ് ഡിസ്ട്രോയിഡ് ഹിസ് ഓൺ ടെമ്പിൾ. അവന്റെ ദേവാലയം, അവന്റെ തിരുനിവാസം അവൻ തന്നെ നശിപ്പിച്ചു. ഇതൊരു ഭയങ്കരമായ പ്രവൃത്തിയാണത്. ദൈവത്തിന്റെ തിരുനിവാസമാണ്, അത് ദൈവം തന്നെ നശിപ്പിച്ചു. 8-ാമത്തെ വാക്യത്തിൽ, യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു. അവൻ അളന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അളന്ന് നശിപ്പിക്കുക എന്ന് പറയുന്നത് കെയർഫുൾ മെഷറിങ് ആൻഡ് വിത്ത് പ്രിസിഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം വളരെ കണക്ക് കൂട്ടി തെറ്റുപറ്റാത്ത നിലയിൽ അതിനെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. സോ ഗോഡ് ഡിസ്ട്രോയിഡ് the walls of Jerusalem with careful measurement and with precision. സൂക്ഷ്മതയോടെ, കണക്ക് കൂട്ടി, കൃത്യതയോടെ അവൻ അത് ചെയ്തു. അതിൽ നിന്ന് അവൻ്റെ കൈ അവൻ പിൻവലിച്ചില്ല എന്ന് പറയുക. 9-ാം വാക്യം, അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു, അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓറൽ ലോയുടെ കാര്യം പറഞ്ഞിരുന്നു. അതായത് പ്രവാസകാലത്ത് അവർ തമ്മിലിരുന്ന് ന്യായപ്രമാണത്തിൽ അനേക കാര്യങ്ങൾ ചർച്ച ചെയ്ത് അനേക വ്യാഖ്യാനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വാമൊഴിയായിട്ടുണ്ടാക്കിയ ന്യായപ്രമാണം. ഈ ഓറൽ ലോയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് സത്യമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ദേവാലയം ആക്രമിക്കപ്പെട്ട സമയത്ത് ദേവാലയത്തിൻ്റെ വാതിലുകൾ മണ്ണിനടിയിലേക്ക് താണുപോയി എന്നാണ് ഈ വാമൊഴിയായി പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ശത്രുക്കൾ ദേവാലയത്തിൻ്റെ വാതിലുകൾ മലിനപ്പെടുത്താൻ ഒക്കാതെ വണ്ണം ഈ വാതിലുകൾ ഭൂമിക്കടിയിലേക്ക് താണുപോയി എന്ന് അവരുടെ ഓറൽ ലോയിലുണ്ട്. അത് ഉണ്ടായതാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. ശത്രുവിന് മലിനപ്പെടുത്താൻ സാധിക്കാതെ വണ്ണം ആ വാതിലുകൾ താഴേക്ക് പോയിരിക്കുന്നു, മണ്ണിൽ പൂണ്ട് പോയിരിക്കുന്നു. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കഷ്ടതയുടെ അനുഭവം ആർക്കൊക്കെ വന്നു? രാജാവ്, പ്രഭുക്കന്മാര്, പ്രവാചകന്മാര്, മൂപ്പന്മാര്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പൈതങ്ങള്, ശിശുക്കള്, അവരെല്ലാവരും ഈ കഷ്ടതയിൽ പെട്ടുപോയി. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു.
ഇത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവജനം ഈ കഷ്ടതയിൽ പോകാനായിട്ടൊരു പ്രധാന മുഖാന്തരം അവരുടെ നേതൃത്വമാണ്, അവരുടെ പ്രവാചകന്മാരാണ്. തെറ്റായ പ്രവചനം പറഞ്ഞ് അവരെ നയിച്ചതായ പ്രവാചകന്മാർ. യെരമ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസം നോക്കിയതാണെന്ന് തോന്നുന്നു. യെരമ്യാ 28-ൽ ഹനനിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ബാബേലിന്റെ പ്രവാസം ഉടനെ തീരും, ആർക്കും കഷ്ടമൊന്നും വരികയില്ല, ആരും പേടിക്കുകയൊന്നും വേണ്ട എന്ന് കള്ളപ്രവചനം പറഞ്ഞതായ ഹനനിയായെയും മറ്റ് പ്രവാചകന്മാരെയും കുറിച്ച് നാം യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ കള്ളപ്രവാചകന്മാരെയും ശരിയായ പ്രവാചകന്മാരെയും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതിൻ്റെ പ്രമാണവും ദൈവം കൊടുത്തിരുന്നു. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഡ്യൂട്രോണമി 13:1-5. പിന്നെ ആവർത്തനം 18-ന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഡ്യൂട്രോണമി 18:15-22. അപ്പോൾ ആവർത്തനം 13-ലും ആവർത്തനം 18-ലും കള്ളപ്രവാചകന്മാർ ആരാണ്, ശരിയായ പ്രവാചകന്മാർ ആരാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള പ്രമാണം ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്നു. ആ പ്രമാണം വെച്ച് ഇവർ പരിശോധിച്ച് നോക്കേണ്ടതായിരുന്നു, ഈ പ്രവചനം പറയുന്നവർ ദൈവത്തിൻ്റെ അരുളപ്പാടാണോ അറിയിക്കുന്നത്, അവർ സ്വന്തമായിട്ട് വ്യാജമായിട്ട് പറയുന്നതാണോ. അത് വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് വേണമായിരുന്നു അവർ ഈ പ്രവാചകന്മാരുടെ വാക്കുകളെ കൈക്കൊള്ളുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ടത്. എന്നാൽ അവരങ്ങനെയൊന്നും ചെയ്തില്ല. യെരമ്യാവ് സത്യപ്രവാചകരായിരുന്നു. യെരമ്യാവിന്റെ വാക്കുകൾ അവർ കൈക്കൊണ്ടില്ല. അവർക്ക് ദോഷം വരുമെന്ന് അനേക വട്ടം യെരമ്യാവ് പറഞ്ഞതാണ്. അനുദപിക്കണം, ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നൊക്കെ അനേക വട്ടം പറഞ്ഞതാണ്. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല, അവർ കേട്ടില്ല. ഈ കള്ളപ്രവാചകന്മാർ പറഞ്ഞ പ്രവചനമാണ് അവർക്ക് ഇഷ്ടമായിരുന്നത്. അവർക്ക് ദോഷം വരികയില്ല എന്ന് പറഞ്ഞതാണ് അവർക്ക് ഇഷ്ടമായിരുന്നത്. ഈ പ്രവാചകന്മാരെ കുറിച്ച് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. 4:13 പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ദൈവം പ്രത്യേകം പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും അകൃത്യങ്ങൾ, നേതൃത്വത്തിന്റെ തെറ്റ് നിമിത്തം. 2:14 നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട്. നിന്റെ അകൃത്യം അവർ വെളിപ്പെടുത്തിയില്ല. They did not uncover your sin. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണ്. പ്രവാചകന്മാരുടെ ഒരു ജോലി ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള അകൃത്യത്തെ പൊതിഞ്ഞു വെക്കുക എന്നുള്ളതല്ല, അതിനെ അൺകവർ ചെയ്യണം, അതിനെ വെളിപ്പെടുത്തണം. എന്തിനാ വെളിപ്പെടുത്തുന്നത്? വെറുതെ കുറ്റം പറയാനല്ല, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടതിന് ഇന്നിന്റെ പാപങ്ങൾ, തെറ്റുകൾ അവരുടെ മധ്യത്തിൽ ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് അവരോട് പറയേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രവാചകന്മാർ അത് ചെയ്തില്ല. അങ്ങനെ പറഞ്ഞ യെരമ്യാവിനെ അവർ വളരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇവിടെ 14-ാം വാക്യത്തിൽ പറയാണ്, പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വം ദർശിച്ചു, അവര് അകൃത്യം വെളിപ്പെടുത്തിയില്ല. 15-ാം വാക്യത്തിൽ യെരുശലേമിനെ വിളിച്ചിരിക്കുന്ന ഒരു പേര് സർവമഹീതല മോദം. ഇംഗ്ലീഷിൽ ദ ജോയ് ഓഫ് ദ ഹോൾ എർത്ത്, സകല ലോകത്തിൻ്റെയും മോദം, ദ സെന്റർ ഓഫ് ഓൾ ദ ജോയ് ഓഫ് ദി എർത്ത്. ഈ ഭൂമിയിലെ സകല സന്തോഷത്തിൻ്റെയും കേന്ദ്രമാണ് യെരുശലേം. അങ്ങനെയാണ് തന്നെ വിളിച്ചിരുന്നത്. എന്നാൽ സർവമഹീതല മോദം എന്ന് വിളിച്ചു വന്ന നഗരം ഇത് തന്നെയാണോ എന്ന് നാശം കണ്ടിട്ട് ആളുകൾ ചോദിക്കുകയാണ്. ഈ നഗരത്തെയാണോ ഏറ്റവും സന്തോഷമുള്ള ദ സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നഗരമെന്ന് വിളിച്ചത്? സൗന്ദര്യപൂർത്തിയുള്ള നഗരം എന്ന് പറഞ്ഞത് ഈ നഗരത്തിന്റെ കാര്യമാണോ എന്ന് ആ ആളുകൾ ചോദിക്കുകയാണ്. സൗന്ദര്യം മുഴുവൻ പോയി, ആ നഗരത്തിലെ സകല സന്തോഷവും അസ്തമിച്ചു പോയി. അതിൻ്റെ താഴെ നമ്മൾ വായിച്ചു വരുമ്പോൾ 17-ാം വാക്യത്തിൽ യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. യഹോവ നിർണയിച്ചത്, അതിൻ്റെ 5-ാം വാക്യത്തിലുണ്ട് എന്താ നിർണയിച്ചതെന്ന്. യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു.
17 വാക്യം പറയാണ്, അവൻ നിർണയിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ, മതിൽ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവൻ അതുപോലെ ചെയ്യുന്നവനാ. അതിൻ്റെ താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, അതിന് മുകളിൽ ഈ ദുഃഖമോർത്ത് കരയുന്ന കാര്യം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, നിലവിളിക്കണം എന്നുള്ള ആഹ്വാനമൊക്കെ 18-19 വാക്യങ്ങൾ നൽകുക. 20-ാമത്തെ വാക്യം നോക്കുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നേണമോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യം ഓർപ്പിച്ചു. കാനിബാളിസം, നരഭോജനം. ഈ 2.5 വർഷത്തോളം ആഹാരമില്ലാതെ വന്നപ്പോൾ സ്ത്രീകൾ, കരുണയുള്ള സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് ഭക്ഷിക്കാനായിട്ട് ഇടയായി. യെരമ്യാ പ്രവചനം 19:9 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെരമ്യാ 19:9 അത് നമുക്കൊന്ന് വായിച്ചേക്കാം. യെരമ്യാ പ്രവചനം, ജെറമയ ചാപ്റ്റർ 19 വേഴ്സ് 9. യെരമ്യാ 19:9 വാക്യം ഈ ഭയാനകമായ കാര്യത്തെക്കുറിച്ച്. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരുടെ മാംസം തിന്നും. എത്രയോ ഭയങ്കരമായൊരു കാര്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലും മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലൊരു കാര്യമുണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ AD 70 യെരുശലേം ദേവാലയം, 2ാമത്തെ ദേവാലയം റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് നശിപ്പിച്ച കാലത്തും ഇതുപോലെ സംഭവിച്ചതായിട്ട് ജോസീഫസ് എന്ന ആ യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നും ഇതുപോലെ സംഭവിച്ചുവെന്ന്. അപ്പോൾ അതിഭയാനകമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനായിട്ട് ഇടയായത്. അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, യഹോവയുടെ കോപദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല, ആരും ശേഷിച്ചതുമില്ല. No one will escape and no one is spared. ദൈവം ശിക്ഷിക്കുമ്പോൾ ആർക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ഇതിൻ്റെ 18-19 വാക്യങ്ങളിൽ യെരമ്യാവ് ജനത്തോട് ദൈവത്തോട് നിലവിളിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണുനീരൊഴുക്കുക. നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക. ദൈവ ജനത്തിൻ്റെ ദോഷകരമായ അവസ്ഥ, ദൈവജനത്തിൻ്റെ പാപകരമായ അവസ്ഥ അത് കണ്ട് നിലവിളിക്കണം, ദൈവസന്നിധിയിൽ കരയണമെന്ന് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായം നീണ്ട ഒരധ്യായമാണ്. അതിലെ എല്ലാ വാക്യങ്ങളും വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ 3-ാം അധ്യായത്തിൽ യെരമ്യാവ് ഞാൻ, ഞങ്ങൾ, വി സിംഗുലറും പ്ലൂറലും മാറി മാറി ഉപയോഗിക്കുകയാണ് 3-ാം അധ്യായത്തിൽ. അതായത് തൻ്റെ കാര്യവും ജനത്തിൻ്റെ കാര്യവും ഇടകലർത്തി അവിടെ പറയുകയാണ്. ജനത്തിൻ്റെ ദുഃഖം തൻ്റെ വ്യക്തിപരമായ ദുഃഖമായിട്ട് താൻ അവിടെ പറയുകയാണ്. ഈ 3-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് അതിൽ കുറേ ദുഃഖത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഭാഗങ്ങൾ ഇനി നമുക്ക് വായിക്കാൻ ആവശ്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട പല കാര്യങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നാം ചിന്തിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. യെരമ്യാവ് തൻ്റെ ദുഃഖം, ദൈവജനത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് എടുത്ത് പറയുക. ഞാനെന്നും ഞങ്ങളെന്നും മാറ്റി മാറ്റി പറയുന്നുണ്ട്. ജനത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് താൻ എടുക്കുകയാണ്. ജനമനുഭവിച്ച ദുഃഖം തന്നെ താനും അനുഭവിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളെല്ലാം ആ കഷ്ടതയിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള വിവരണമാണ്. അത് പ്രത്യേകിച്ച് വായിച്ച് അത് വിശദീകരിക്കാനായിട്ട് പ്രത്യേകിച്ച് ആവശ്യമില്ല. നിങ്ങൾ തന്നെ അത് വായിച്ച് നോക്കിയാൽ മതി. എന്നാൽ അത് വായിച്ച് നാം വരുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകും. ഇവിടെ
പെട്ടെന്ന് ഒന്നിൻ്റെ കാര്യം ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. യഹോവയുടെ ദയ നിമിത്തമാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. മുടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെ പോകുക. ദൈവം ന്യായം വിധിച്ച ഏദോം, മോവാബ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മുടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇല്ലാതെ പോയി. ദേ ആർ നോ മോർ ഇൻ എക്സിസ്റ്റൻസ്. ദൈവം ന്യായം വിധിച്ച ഏദോം, മോവാബ് തുടങ്ങിയ രാജ്യങ്ങൾ നശിച്ചുപോയി, ഇല്ലാതായിപ്പോയി. എന്നാൽ യഹൂദ പ്രവാസത്തെങ്കിലേക്ക് പോയെങ്കിലും അവരോടുള്ള ദൈവത്തിൻ്റെ ദയനിമിത്തം അവർ മുടിഞ്ഞുപോയില്ല. നമുക്കറിയാം ഇസ്രയേൽ ഇന്നുമുണ്ട്. ഇത്രയും വർഷമായിട്ട് ഇസ്രയേൽ നന്നായിട്ട് തന്നെ ഒരളവിൽ വലിയൊരു ശക്തിയായിട്ട് ഇന്ന് ലോകത്തിൽ അവിശേഷിക്കുക. എന്താ വ്യത്യാസം? മറ്റു രാജ്യങ്ങളെ ദൈവം ശിക്ഷിച്ചപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു പല രാജ്യങ്ങളെ. എന്നാൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ, യഹൂദിയോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ ശിക്ഷിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവർ മുടിഞ്ഞു പോയില്ല. അതിൻ്റെ കാരണം പറയുന്നത് യഹോവയുടെ ദയ. 22-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദയ. അവിടെ ഈ ദയ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ്. പഴയ നിയമത്തിൽ 250 പ്രാവശ്യത്തോളം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 250 പ്രാവശ്യം. ആ വാക്കിൻ്റെ അർത്ഥം കവനന്റൽ ലവ് ഓർ ലോയൽ ലവ്. ഉടമ്പടിയുടെ സ്നേഹം അല്ലെങ്കിൽ ഉടമ്പടിയുടെ ദയ. ലവിങ് കൈൻഡ്നസ്, ലവ്, മേഴ്സി എന്നൊക്കെ ഈ വാക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ ദയ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. ആ വാക്കിൻ്റെ ആശയം ഉടമ്പടി നിമിത്തമുള്ളതായ ദയ. അപ്പോൾ ഇസ്രയേലിനെ ദൈവം മുടിച്ചു കളയാതിരുന്നത്, അവരെ ശിക്ഷിച്ചു, കഠിനമായി ശിക്ഷിച്ചു, പക്ഷെ മുടിച്ചു കളയാതിരുന്നത് താൻ അവരോട് ഉടമ്പടി ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലുമായി ദൈവത്തിന് ഉടമ്പടി ഉണ്ടായിരുന്നു. ദൈവത്തിന് വാഗ്ദത്തങ്ങൾ ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവരെ ശിക്ഷിച്ചെങ്കിലും അവർ മുടിഞ്ഞു പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ജനവുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ആ ഉടമ്പടി പാലിക്കും. ശിക്ഷ വന്നെന്ന് വരാം, എന്നാൽ ശിക്ഷയിൽ അവരെ പൂർണ്ണമായി നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുകയില്ല. വേദപുസ്തകത്തിൽ 31,173 വാക്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 31,173 31,173 വേഴ്സസ് in the Bible. അതിൽ 7,487 വാഗ്ദത്തങ്ങൾ, 7,487 പ്രോമിസസ്. ഇത് ഞാൻ എണ്ണി നോക്കിയല്ല, എണ്ണിയ ചിലർ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ 31,173 വാക്യങ്ങളിൽ 7,487 വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തിരുന്നുകൊണ്ട് ആ ഉടമ്പടിയുടെ ദയയാൽ ദൈവം അവരെ ശിക്ഷിച്ചെങ്കിലും അവരില്ലാതെ പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദയ രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിൻ്റെ ദയ രാവിലെ തോറും പുതിയതാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ദേവദാസൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം, ഒരു വിശദീകരണം. ഓരോ ദിവസവും രാവിലെ നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നീ ഇന്നലെ ഇന്ന കൊള്ളരുതായ്മ കാണിച്ചവനാണല്ലോ എന്ന് ദൈവം ഓർക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ അതാത് സമയത്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം ജീവിക്കുമെങ്കിൽ, ഇന്ന് തെറ്റ് സംഭവിച്ചു, നമ്മളത് ഏറ്റുപറഞ്ഞു, നാളെ രാവിലെ നാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഏതായാലും നീ ഇന്നലെ ആ കുരുത്തക്കേട് കാണിച്ചവനല്ലേ എന്ന് ദൈവം പറയല്ല. അവൻ്റെ ദയ ഓരോ ദിവസവും ഫ്രഷാണ്, പുതിയതാണ്. അപ്പോൾ ദൈവം ഓരോ ദിവസവും നമ്മോട് ഏർപ്പെടുന്നത് പുതുതായിട്ടാണ്. പഴയ ആ വിരോധം, പഴയ കയ്പ് വെച്ചുകൊണ്ടല്ല. നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാതെ ദൈവം നമ്മോട് ഏർപ്പെടും. അവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും അതിമനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ഓ ഗോഡ് മൈ ഫാദർ ദർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് വിത്ത് ദീ. നമുക്ക് മിക്കവാറും പേർക്ക് അറിയാവുന്നൊരു പാട്ടാണ്. ആ പാട്ടിന് ആധാരം ഈ വാക്യങ്ങളാണ് എന്നാണ് വിചാരിക്കപ്പെടുന്നത്.
നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുള്ള ഈ വാക്യങ്ങളാണ് ആ പാട്ടിന് ആധാരം. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. നിന്റെ വിശ്വസ്തത വലിയത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മോട് വാക്ക് പറയുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് കഷ്ടതയും പ്രയാസവും ദൈവം ജീവിതത്തിൽ അനുവദിച്ചാൽ നാം മുടിഞ്ഞു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ദയയോടും കരുണയോടും കൂടെ അവൻ നമ്മോട് ഏർപ്പെടുമെന്നുള്ള സത്യം ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെയുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എല്ലാ വാക്യങ്ങളും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അതിൽ വിശദീകരിക്കാൻ ആവശ്യമുള്ള ചില വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ നമുക്ക് വിശദീകരിക്കുകയും പൊതുവായിട്ട് ആ അധ്യായങ്ങളെ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. അങ്ങനെ അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ പഠനം അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ സത്യങ്ങൾ വളരെ പ്രയോജനകരമായി തീരുമാറാകട്ടെ.